അവൻ അബീ ദർദാ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഔസാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദ്ദിസ്ഇൻ. ഔസാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് വസിയ്യത്ത് നൽകി, എനിക്ക് നബി തങ്ങൾ വസിയ്യത്ത് നൽകി, ഉപദേശം നൽകി. ബിദ്ദിസ്ഇൻ, 9 ഉപദേശങ്ങൾ നബി എന്നെ ഉപദേശിച്ചു. ഔസാനി, എന്നെ ഉപദേശിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദ്ദിസ്ഇൻ, ഒരു വസിയ്യത്ത് പോലെ കൊടുത്തു. സാധാരണ ഉപദേശമല്ല, ഔസാ, വസിയ്യത്തായി നൽകാന്ന്. അതൊരു പ്രത്യേകമായി എന്നും നേരത്താണ് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ഉപദേശമായി നൽകുന്നതാണ് വസിയ്യത്ത്. സാധാരണഗതിയിൽ ഒരു അന്ത്യോപദേശം, അതാണ് ശരിക്കും വസിയ്യത്ത്. ഒരു അവസാനമായി നൽകുന്ന ഉപദേശങ്ങൾക്കാൾ സാധാരണ വസിയ്യത്ത്. അതാണ് ഇപ്പം ഈ സ്വത്തിനൊക്കെ വസിയ്യത്ത് അറിയും. മരിക്കാൻ കിടക്കും അല്ലെങ്കിൽ മരണം മുന്നിൽ കാണുമ്പോൾ നൽകുന്ന വസിയ്യത്തുകൾ, അല്ലെങ്കിൽ എൻ്റെ മരണശേഷം എൻ്റെ സ്വത്ത് ഇങ്ങനെ വിനിയോഗിക്കണം എന്ന് പറഞ്ഞു വെക്കുന്ന ഉപദേശങ്ങൾ, അതൊക്കെയാണ് വസിയ്യത്ത് എന്നുകൊണ്ട് സാധാരണ ഉദ്ദേശിക്കപ്പെടാറുള്ളത്. എന്നാൽ എല്ലാ ഉപദേശങ്ങൾക്കും വസിയ്യത്ത് ഉപയോഗിക്കാം. അപ്പം അല്ലാഹു തആല ഖുർആനിൽ പല സ്ഥലത്തും ദാലിക്കും വസ്വാക്കും ബിഹി, അതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വസിയ്യത്ത്. യുസീക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, അള്ളാഹു നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വസിയ്യത്ത് നൽകുന്നു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ പലപ്പോഴായി കാണാൻ കഴിയും. അപ്പോൾ എല്ലാത്തരം ഉപദേശങ്ങൾക്കും വസിയ്യത്ത് ചെയ്ത് ഉപയോഗിക്കാം. എന്നാൽ പ്രത്യേകമായി ഒരാൾ യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ, അതല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒരാൾ ജീവിതം അവസാനിച്ച് പോകുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾക്കാണ് സാധാരണ വസിയ്യത്ത് എന്ന് പറയാറുള്ളത്. വസ്വ അല്ലെങ്കിൽ ഔസ എന്നാണ് ഉപയോഗിക്കുക. അതിൻ്റെ ഫീലായിട്ട് വസിയ്യത്ത് നൽകി, ഉപദേശം നൽകി എന്ന അർത്ഥത്തിൽ ഔസ അല്ലെങ്കിൽ വസ്വ.